തന്തയ്ക്ക് പൊളിച്ചെടുക്കലായിരുന്നല്ലോ പണി. എനിക്കാണെങ്കിൽ ആദിത്യവർമ്മയുടെ കുടുംബം തകർക്കുകയും വേണം. അത് പറയാട്ടോ. അന്ന് ഞാൻ പണം മോഹിച്ചല്ല ചെയ്തത്. എന്റെ മോഹം എന്തായിരുന്നെന്ന് അന്ന് നിന്റെ തന്തയോ ഇന്ന് നീയോ അറിയേണ്ട കാര്യമില്ല. അല്ല ചന്ദ്രു, ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയാൻ നിനക്കുള്ള സമയവും കാലവും ഒക്കെ കഴിഞ്ഞുപോയി. ഇനി എനിക്ക് ആവശ്യം നിന്റെ തന്തയെ കൊണ്ട് ഒപ്പിടിയിട്ട എഗ്രിമെന്റാ. അതിന് തന്നേരെ സുരേഷേ. നിനക്ക് അമ്മയുണ്ട്, അനിയനുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു അനിയത്തിയുണ്ട്. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ? ഇന്ന് വരെ ചന്ദ്രു ആഗ്രഹിച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നിന്റെ കുടുംബം ഇല്ലാതായി പോകരുത്, അതിനുവേണ്ടി പറയുന്നതാണ്. ആ എഗ്രിമെന്റുമായി ആരെങ്കിലും ആദിത്യവർമ്മയുടെ നാലക്കൽ തറവാട് പൊളിക്കാൻ ചെന്നാൽ തകർത്തണം ഞാൻ നിന്റെ കുടുംബത്തെ. സത്യമാ ഞാൻ പറയുന്നത്. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. എന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം കൂടിയാണ് നീ തകർക്കാൻ പോകുന്നത്. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റുമായിട്ട് നാളെ വരിക. ചന്ദ്രു, നീ പോ സുരേഷേ. ചന്ദ്രു, ഞാനത് പോടാ, പോ, പോടാ. ആരാവന്മാര്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ. അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിയുടെ പ്രശ്നമാണോ അതോ ഇനി നിന്റെ കൂട്ടുകെട്ടിൽ നിന്നുള്ള പ്രശ്നമാണോ? നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. അതൊക്കെ അങ്ങനെ വരും പോകും. എനിക്കിത് വിശ്വസിക്കാവോ? തീർച്ചയായും. എങ്കിൽ നിന്റെ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ കല്യാണം നടത്താൻ കൂടുതൽ ശ്രദ്ധിക്കേ. ഇവളുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? ഇവരെക്കാളൊക്കെ വേദന എനിക്കുണ്ട്. എന്താ ഈ പറയുന്നത്? 24 വയസ്സായി ഇവക്ക്. ചിട്ടിക്കാശ് കിട്ടട്ടെ, കല്യാണം ഞാൻ നടത്തി കാണിക്കാം. ഈശ്വര, ഇത് കേട്ടാ മതി എനിക്ക്. ഇവന്റെ ഉത്തരവാദിത്തം ഇല്ലാത്ത പോക്ക് കാണുമ്പോഴായിരുന്നു എനിക്ക് ആവലാതി. ഇനി അങ്ങനെയുള്ള ആവലാതികളൊന്നും വേണ്ട. നല്ല കാര്യപ്രാപ്തിയുള്ളവനാണ് ഇവൻ. അല്ലാതെ രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ. പക്ഷേ രാഷ്ട്രീയത്തിലുള്ള താല്പര്യം വീട്ടിൽ കൂടെ കാണിക്കണം. ആദ്യം വീട്, പിന്നെ ആ നാട്. ചിട്ടിക്കാശ് ഉടനെ റെഡിയാവും. ജാമ്യം നിൽക്കാൻ ആരെയും തരപ്പെടുത്തിക്കൂ. നീ അവിടെ വരെ വന്ന് ഒപ്പിട്ടാ മാത്രം മതി. ശരിയേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ഹാജി വന്നിട്ടല്ലോ. അവൻ രാത്രി വൈകുമെന്ന് പറഞ്ഞിരുന്നു. ദൂരെ എവിടെ ഒരു ബിൽഡിംഗ് നോക്കാൻ പോയതാ. കൊറേ ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ നടക്കുക. ആ ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം അവൻ നടത്തിക്കൊള്ളാന്നാ പറയുന്നേ. അവൻ മിടുക്കനാ, ഇവനെ പോലെയല്ല. ഇപ്പൊ പോയ കാര്യം നടക്കുന്ന അവൻ പറയുന്നേ. ഈശ്വര, നടന്നാ മതിയായിരുന്നു. നീ പൂജാമുറി കയറി മനസ്സുരുകി പ്രാർത്ഥിക്കും. എല്ലാം ദൈവം നടത്തി തരും. വരട്ടെ. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞങ്ങളൊരു കെട്ടിടം നോക്കാൻ പോയതാ. ദേ, പാതിരാക്കുള്ള കെട്ടിടം നോക്കലൊക്കെ നിർത്തിക്കൂ. എല്ലാം പകല് മതി. കുറച്ച് ദൂരെ. ശരി ശരി. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നേ? ഒന്നില്ലമ്മേ. അത് നടക്കില്ല ടീച്ചറെ. വേറെ ആരോ അഡ്വാൻസ് കൊടുത്തു. എന്റെ ദൈവമേ, എന്തിനാ വിഷമിക്കണേ? നമ്മക്കത് വിധിച്ചിട്ടാന്ന് വിചാരിച്ചാ മതി. നീ ടെൻഷൻ അടിക്കാതെ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലിയല്ലേ. പണ്ടത്തെ പോലല്ല ടീച്ചറെ, ഒരുപാട് ആൾക്കാരാ, ഭയങ്കര കോമ്പറ്റീഷൻ. എന്നാ ഞാൻ വരട്ടെ. ഇന്നലെ അമ്മാവൻ പറഞ്ഞിരുന്നു ചിട്ടിക്കാശ് ഉടനെ തന്നെ ആവുന്നു. ഉടനെയാന്ന് പറയല്ലാതെ അതെങ്ങ് കിട്ടുന്നില്ലല്ലോ. ഇനി അതും വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുന്ന നല്ലത്. അമ്മയോടൊരു കാര്യം പറയട്ടെ. അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചൂടെ? ഞാനും ഓർത്തതാ, അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ലല്ലോ. അമ്മാവൻ എന്ന് ചിട്ടിക്കാശായിരുന്നു അന്ന് നമുക്ക് എടുക്കാലോ. പിന്നെ ഞാനും അമ്മയും ഇസ്മായിൽക്കെ മാത്രം അറിഞ്ഞാൽ മതി. ഇസ്മായിൽക്കായ്ക്ക് ബാങ്കുമായിട്ട് നല്ല അടുപ്പമുള്ളതാ. കാശ് കിട്ടാൻ താമസം ഉണ്ടാവില്ല. അജി, മോനെ അജി, എന്താ അമ്മേ? ആധാരം കാണുന്നില്ലല്ലോ. അമ്മ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നോക്കട്ടെ. ഇല്ല, അതിലെങ്ങും കാണില്ല. ഞാൻ ആ ഫയലിൽ തന്നെയാ വെച്ചിരുന്നേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മേ, സുരേഷ് ചേട്ടനെങ്ങാനും? എന്റെ ഈശ്വരാ. മാമേ, നമുക്ക് സുരേഷ് ചേട്ടന്റെ റൂം പോയി നോക്കാം. ഈ അലമാരിയിലൊന്ന് നോക്കാം.
എന്താ? ഏതോ ഒരു നാലക്കൽ തറവാട് പൊളിക്കാനെടുത്തതിന്റെ എഗ്രിമെന്റാ. പൊളിക്കാനോ? ആരെടുത്തുന്നു? അച്ഛൻ. ഇതെങ്ങനെ സുരേഷിന്റെ മുറി വന്നു? അവനിതുവരെ പറഞ്ഞില്ലല്ലോ. ഡേറ്റ് ഏതാ നോക്കിയേ? നവംബർ 10-ാം തീയതി, അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം. ഈശ്വര, എന്തൊക്കെയാ ഇത്? ഇതിലാരാ ഒപ്പിട്ടിരിക്കുന്ന നോക്കിയേ? അച്ഛൻ, പിന്നെ നാലക്കൽ തറവാടിന്റെ ഉടമസ്ഥൻ ഒരു ആദിത്യവർമ്മ. അപ്പോ ഈ വീടിന്റെ ആധാരോ? ആധാരം കാണുന്നില്ലോ അമ്മേ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി സുരേഷ് വല്ല അവിവേകം കാണിച്ചോ? ഏതായാലും നീ നാളെ തന്നെ ഈ നാലക്കൽ തറവാട്ടിൽ ചെല്ല്. ഇക്കാര്യം ഇപ്പൊ വേറെ ആരും അറിയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അനിതയുടെ കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകും, അതിനുവേണ്ടി ഒരു കെട്ടിടം കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ. ഇതതാകാനാ സാധ്യത. എല്ലാം നല്ലതിനാ മോനെ. ഒരു കാര്യം ചെയ്യാം, ഞാനും സൂര്യൻ കൂടെ നാളെ പോവാം. എവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞേ? കണയന്നൂർ താലൂക്കിൽ രാമേശ്വരം വില്ലേജിൽ നാലക്കൽ മന. ശരിയാണ്, കറക്റ്റാ. ചേട്ടാ ഒരു മിനിറ്റ്, ഈ നാലക്കൽ തറവാടെന്ന് പറഞ്ഞ മന എവിടെയാ? നാലക്കൽ തറവാട് ആ വർമ്മയുടെ വീടല്ലേ? ഇവിടുന്ന് നേരെ പോയാ വലത്തോട്ട് തിരിഞ്ഞാൽ 4-ാമത്തെ വീട്. വലത്തോട്ട് തിരിഞ്ഞാൽ 4-ാമത്തെ വീട്. മനസ്സിലായില്ലേ? വലത്തോട്ട് തിരിഞ്ഞ 4-ാമത്തെ വീട്. പോയിക്കോ. പോവാം. ഇതാണ് നാലക്കൽ തറവാട്. ഇത് നാലക്കൽ തറവാടല്ല, ഈറ്റിക്കൽ തറവാടാ. മുഴുവൻ ഈറ്റി തന്നെ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇത് ആളില്ലാത്ത തറവാടാന്ന് തോന്നണേ. മണ്ടത്തരം പറയാതെ, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ ഹലോ, ഇവിടെ ആരില്ലേ? വിളിച്ചു കൂവണ്ട, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ആ ആളുടെ ചെല്ലി ചെല്ലി, വേഗം ചെല്ലി. സമയം തെളിഞ്ഞളിയാ. ഇസ്മായിൽക്ക, ഞങ്ങളിവിടെ എത്തി. ആ, ഈ വീട് ഈറ്റിയുടെ ഒരു കാറാന്നേ. ഓ വന്നൂലോ. 8 മണിന്ന് പറഞ്ഞിട്ട് 9 മണിക്കെങ്കിലും എത്തിയില്ലോ. ദേ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മുത്തശ്ശിയുടെ അടുത്ത് ഈ ഏർപ്പാട് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറയണം. മുത്തശ്ശിക്ക് തന്നെ പോലെ റോഡിൽ കൂടി പോണ ആരെങ്കിലും ഒക്കെ കിട്ടും, പക്ഷെ എനിക്കിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാവിലെ വണ്ടി വിട്ടാലേ പാതിരാക്കാ സ്റ്റാൻഡ് പിടിക്കുന്നേ, അതും 8 കാലില്. ഇതാ പിടിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞതാ മുത്തശ്ശോട് ഇവിടുന്ന് പോണ്ടാന്ന്. അപ്പൊ പോയേ തീരൂ. അതെങ്ങനെയാ? മനസ്സ് മുഴുവൻ അവിടെയാണല്ലോ, കോലശ്ശേരി തറവാട്ടില്. എന്നിട്ട് ഇപ്പൊ അച്ചാറ് കിച്ചാറ്. അല്ല കുട്ടി, ഞാൻ കുട്ടി വിചാരിച്ച ഒന്നും വിചാരിച്ചിട്ടില്ല. അല്ല, തന്നെ കുറിച്ച് ഞാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാനേ തനിക്ക് അതൊക്കെ അവിടെ കൊണ്ട് വെച്ചൂടെ? താൻ ഏതോ വഴിപോക്കനാ, തന്നെ വിളിച്ച് മുത്തശ്ശി പണിയേൽപ്പിച്ചു, 10ഓ 15ഓ കൈ തന്നും കാണും. ഇതൊക്കെയല്ലേ പറയാൻ പോണേ? ഡോൺ വറി, വേണമെങ്കിൽ 10 രൂപ ഞാനും തന്നേക്കാം. ഇനി മേലിൽ ഡോൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് മുത്തശ്ശിയോട് ചെന്ന് പറയാ. ആ ചുക്കി ചുടിഞ്ഞ കവളില് എന്റെ വക ഒരു മുത്തോ. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നേര്. എന്ത്? അല്ല, മുത്തം. അയ്യടാ, ആള് കൊള്ളാലോ. വിട് വിട് വിട്, സ്റ്റാൻഡ് വിട്. ഇങ്ങനെ ഒരു ചളക്ക് കൂട്ടിനുണ്ടോ? ആഹാ, ചിരി കാണാൻ നല്ല ഭംഗി. അധികം ചിരിക്കല്ലേ, പേടിയാണു. ഈ വായാടി ഞാനുമായിട്ട് ഒത്തുപോകൂല. എന്താ എന്താ ഇത്? ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ചത്? മര്യാദക്ക് പറയുന്ന നല്ലത്. ഇതെന്താ സത്രോ? അവനോട് ചെന്ന് പറഞ്ഞേക്ക് സംഗീതക്കിനി ഒന്നിനും ഭയമില്ലാന്ന്. ഞാൻ എന്ത് പ്രവർത്തിക്കും, എന്തും. കുട്ടി ചുമ്മാ ബേലുണ്ടാക്കാതെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, മര്യാദയ്ക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കോ. അതാട്ടോ നല്ലത്. ഓ ഈശ്വരാ, ഇതെന്താ കീ കൊടുത്ത പാവയോ? കീ കൊടുത്താണോ കൊടുക്കാത്താണോ നോക്കേ ഇപ്പൊ കാണിച്ചു തരാമേ. അയ്യോ, കരുതല്ല, ഒരു മയം ഉണ്ടാവൂല. എറിയല്ലേ മക്കളെ, കല്ലെറിയല്ലേ. കൈവിട്ട സൂത്രോ.
അങ്ങളൊരു പാവല്ലേ? മക്കൾ നല്ല മക്കളല്ലേ? മക്കളെ സ്കൂളിലാ പഠിക്കണേ? ബൈബിളിന്റെ കാച്ചാം. ഇതിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. ഈ അങ്കിള് മണ്ടനാട്ടോ. അയ്യടാ കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ. ഒരു ചെസ് ബോർഡ് പോലെയുണ്ട്, ഒരു ക്വീനും ചുറ്റും കുറെ പോൺസും. ഇപ്പൊ കിങ്ങുമായി. സംഗീതേച്ചി എറിയട്ടെ. ചതിക്കല്ലേ? ഇതാ എന്റെ ആൾക്കാരൊന്നല്ല ചേച്ചി. ആ കാട്ടാളിന്റെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേടിക്കൊന്നുമില്ല. ശരിയാ, ഇതേതോ പേടിച്ചു ഒരാളാ. ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ നേരായി. ഇനി എല്ലാരും കല്ലോട് തന്നെ ഇട്ടേക്ക്. വാ വാ തന്നേണ്ടല്ല. അത് പിന്നെ ഈ പോയോ? തനിക്കില്ലാത്തൊന്ന് ആ ഒറ്റ പൈസകൾക്കുണ്ട്, ബുദ്ധി. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ദേ തമാശ കളിക്കാൻ സമയമില്ല, എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. ഇയാളുടെ പഠിക്കണേ? മ്യൂസിക് അക്കാദമി ഗാനഭൂഷണത്തിന്. കുട്ടി കുട്ടി എന്നെ മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് ആ മുഖം. ഹലോ. അയ്യോ എന്റെ ഭഗവതി, വല്യമ്മയുടെ രാജ്യങ്ങളുടെ ഗൾഫിൽ പോയ മോൻ. എടാ കള്ള, നീ അങ്ങ് വളർന്നു പോയല്ലോടാ. സത്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിന്റെ മുഖമൊക്കെ ആകെ മാറിപ്പോയി. എന്തൊരു മാറ്റം. നീ എന്നെ ശരിക്കും ടെൻഷൻ അടുപ്പിച്ചുട്ടോ. ശരി ശരി, അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. ഇതിന് ഒത്തുപോകുന്ന തോന്നണേ. കുട്ടി, ഞാൻ കുട്ടി വിചാരിക്കുന്ന ആളൊന്നല്ല. ഞാൻ വേറെ ഒരാൾ. ഈ വീടൊന്ന് കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. നീ എന്ത് വർക്കാണോ ഈ കുട്ടി? എന്ത്? അയ്യേ അയ്യേ, അപ്പ എനിക്ക് തോന്നിയായിരിക്കോ? ദേ താൻ ഇയാളെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? സുമിത്രേ. ആ സുമിത്രേട്ടാ, അതേ മുഖത്തെത്തി വിളിക്കുന്നു. എന്നെ വിളിച്ചു. വിളിച്ചു, ഞാൻ കരുതാ വിളിച്ചു. ദാ കണ്ടില്ലേ, ഒരു പണിമുടക്ക് കയറി വന്നിരിക്കുന്നു. ഈശ്വരാ, അപ്പൊ ഇന്ന് ബസ്സില്ലേ? ആ അത് അതിനേക്കാ അപ്പുറം. ഓ ഇതാരാ ഈ മരത്തൂണുകളെ പുന്നാരിച്ചോണ്ട് നിൽക്കുന്നേ? കറക്റ്റ്, ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ മരത്തൂണുകളെ പുന്നാരിക്കുന്നവനാ, അല്ലാതെ കണ്ട മരക്കഴുതകളുടെ പുറകെ പോകുന്നവനല്ല. വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയുന്നോ? അതിന് ഞാൻ ഗാനഭൂഷണത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം മനസ്സിലായി. കോന്തി മിണ്ടാതിരുന്നോണം. അല്ല, ഈ ഗാനചൂഷണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുമിച്ച് പഠിക്കണതാണെന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഗാനചൂഷക, കറക്റ്റ് പ്രയോഗം. ബഹുവ്രീഹി സമാസം. ഗാനത്തെ ചൂഷണം ചെയ്യുന്നവൾ ആരോ അവൾ. നീ അകത്ത് പോടി. താൻ ഇനി പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. കേരള പോലീസ് അല്ലേ? നോ പ്രോബ്ലം. വെറും 100 മണീസിന്റെ കാര്യമേ ഉള്ളൂ. ട്രാഫിക് ആണെങ്കിൽ 50 മതി. മനോരമ വായിക്കാറില്ലല്ലേ? താൻ ഭയങ്കര അഹങ്കാരിയാണല്ലോടോ. സംശയമേ ഇല്ല, അഹങ്കാരം കണ്ടുപിടിച്ചവൻ ഞാൻ. തോന്നി. അതൊക്കെ പോട്ടെ. കനയന്നൂർ താലൂക്കിൽ ശ്രീമാൻ ആദിത്യവർമ്മ അവർ വരുമ്പോൾ ഒരു അജിത് ശേഖർ വന്നിരുന്നു എന്ന് പറയുക. മനസ്സിലായില്ലെങ്കിൽ ശേഖരൻ കുട്ടി മകൻ അജിത് ശേഖർ വന്നിരുന്നു എന്ന് തെളിച്ചു പറയുക. പുള്ളിക്കാരന്റെ കാര്യം പിടികിട്ടിക്കോളും. വല്ല ക്ലബിലോ ബാറിലോ വെച്ച് അക്കൗണ്ട് ആണെങ്കിൽ അത് അവിടെ വെച്ച് തീർത്തോണം. അതിന് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇപ്പൊ ഈ നിമിഷം എവിടെ നിന്ന് ഇറങ്ങണം? ഇപ്പോ ഈ നിമിഷം എവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പക്ഷെ ഞങ്ങൾ തിരിച്ചു കയറും. കുറച്ച് വെള്ളം കൂടി വെച്ചേക്ക്. ഒരു പെണ്ണെ കണ്ട് ഇത്ര സമയമാണെങ്കിൽ 2 ഗുണത്തിൽ ഒരുമിച്ച് കണ്ട എന്തായിരിക്കും സ്ഥിതി? എന്തിനാ 2-3 എണ്ണം? ഈ ഒരെണ്ണം മതിയല്ല. നഞ്ചെന്തിനാ നാനാഴി? വിട്. അറിയാവുന്നതല്ലേ? മഴയാണെങ്കിൽ മൊബൈൽ എന്താണെന്ന് നിന്നോട് ഇനിയും പറയണോ? നീ എങ്ങനെ ഒരു LIC ഏജന്റ്? ഭർത്താവിനോട് മാന്യമായിട്ട് പെരുമാറണം. എറിയരുത്. അയ്യോ, എന്താ ചേച്ചി ഇന്നത്തെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഓഫീസിലെ ശാന്തമ്മ ഇവിടെ വന്നിരുന്നേ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചിരിക്കണേ. ഓ കുട്ടികളോട് ഞാനിതെങ്ങനെ പറയും? ഔട്ട് ഗോയിങ് ഫ്രീ ആണോന്ന്? അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കരുത്. അത് സെറ്റപ്പേട്ടന്റെ സ്ഥിരം സ്വഭാവ. ഇന്നലെ വേറൊരു ചേച്ചി ഞാൻ കണ്ടോ? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലെ നിങ്ങൾ ഇനി പെണ്ണുങ്ങളുടെ ഔട്ട് ഗോയിങ് ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ ഇൻകമിങ് ഫ്രീ ആക്കും. അയ്യോ ചേച്ചി, ഇൻകമിങ് ഫ്രീ ആക്കണ്ട. അത് എന്നേ ഫ്രീ ആണ്. കേരളത്തിൽ ഇൻകമിങ് മുഴുവൻ ഫ്രീ അല്ലേ? മോഹൻലാൽ പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇനി ലാവിഷ് ഡയലോഗ് വിട്ടോളൂ. നിങ്ങൾക്കൊന്നും അറിയില്ല. ഇയാൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലെ പെണ്ണുങ്ങളായിട്ട് ബന്ധം. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് നീയുമായിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ. പാറമേക്കാവ് ഭഗവതിയാണ് സത്യം. നീ അതിങ്ങി തന്നെ ചുമ്മാ.
ഇന്നെങ്കിലും ഏറ് കൊള്ളാതെ വരാമെന്ന് വിചാരിച്ചു ഇന്നും കൊണ്ടു. നിന്നോടല്ലേ പണിസ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞത്? ഇസ്മായിലിക്ക് പറഞ്ഞിട്ട് വന്നതാ. നാളെ 4 മണിക്ക് അനിതയെ പാർട്ടി വരുന്നുണ്ട്. അക്കാര്യം പറ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അപ്പോഴാ ഇവള് പാത്രം എറിഞ്ഞ് കളി തുടങ്ങിയത്. വില്ലേജ് ഓഫീസിൽ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, അക്കാര്യമാ. ആ സെറ്റപ്പ് ഓക്കെ. ഇപ്പൊ എന്റെ ഹാർട്ടും പോയി. ചന്ദ്രു ആ എഗ്രിമെന്റ് കാണുന്നില്ല, എങ്ങനെയും മിസ്സായി. നിന്റെ കളികളും രാഷ്ട്രീയ അടവുകളും ഈ ചന്ദ്രനോട് വേണ്ട. കളം മാറ്റി ചവിട്ടാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും, ഞാൻ കൊന്നുകളയും. അയ്യോ ചന്ദ്രു, ഇതിലൊരു കളിയില്ല. എന്റെ കൈ നഷ്ടപ്പെട്ടതാ. അച്ഛൻ മരിച്ചെന്ന് ആ എഗ്രിമെന്റ് കൊണ്ടുവന്ന് കാണിച്ചപ്പോ നീ പറഞ്ഞല്ലേ നാലക്കൽ തറവാടിന്റെ ചാരം പുതിയുള്ള കടലാസാറെന്ന്. ഉണ്ട്, ഓർമ്മയുണ്ട്. എന്റെ വണ്ടിയിൽ നിന്റെ വീടിന്റെ മുന്നിൽ നീ ഇറങ്ങുമ്പോൾ ആടി ആടി നടന്ന നിന്റെ കയ്യിൽ ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ചന്ദ്രു, അത് ചന്ദ്രു കുടിക്കും, മൂക്കാറ്റം കുടിക്കും, പക്ഷെ ഓർമ്മ നശിക്കില്ല. നിനക്കൊരു ധാരണ ഉണ്ടാവും, ചന്ദ്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു നാറിയ രാഷ്ട്രീയക്കാരാണ് നീയെന്ന്. സ്വന്തം തന്തയെ തട്ടിയിട്ട് ആ കസരയെ കയറിയിരുന്നവനാണ് ഈ ചന്ദ്രു. ഒരുത്തിനുമില്ല ഇവിടെ ചോദിക്കാൻ. ചന്ദ്രു, ആ എഗ്രിമെന്റ് അച്ഛനും ആദിത്യവർമ്മയും തമ്മിലല്ലേ? അത് കിട്ടിയിട്ട് ചന്ദ്രുവിന് എന്താ ഗുണം? നിന്റെ അച്ഛനെ കൊണ്ട് ആ എഗ്രിമെന്റ് ഒപ്പിടിപ്പിച്ചത് ഞാനാ. പിറ്റേ ദിവസം അയാൾ ചത്തും പോയി. ഇനി നാലക്കൽ തറവാട് പൊളിക്കാനുള്ള അവകാശം മകനായ നിനക്കാ. അത് നിയമം, സാക്ഷാൽ നിയമം. ഇതെന്റെ നിയമം, എന്റെ നീതി. ദാ ഇതെന്റെ കോടതി. ഈ കോടതി പറയും വിധി. ഒരാഴ്ച സമയം തരും. അതിനുള്ളിൽ എഗ്രിമെന്റ് ചന്ദ്രുവിന്റെ കൈ കിട്ടിയിരിക്കണം. ചെയ്യാം, പ്ലീസ്.